ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിലെ വെർബിൽ നിന്ന് എങ്ങനെ ഹെൽപ്പിംഗ് വേർബ്സിനെ നമുക്ക് പിരിച്ചെഴുതാം എന്നുള്ളതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിലെ വെർബിൽ നിന്ന് എങ്ങനെ ഹെൽപ്പിംഗ് വേർബ് അഥവാ ഓക്സിലറി വെർബിനെ പിരിച്ചെഴുതാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ V1S, V1 അല്ലെങ്കിൽ V1S, V1നോട് കൂടിയിട്ട് എസ് ചേർന്നിട്ടുള്ള രൂപമാണ് V1S അഥവാ V5. സബ്ജക്റ്റ് പ്ലസ് V1 ഓർ V1S പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് V1 ഓർ V5 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ V1 അഥവാ ബേസ് ഫോമും, സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? V5 അഥവാ എസ് ഫോമും ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. ഇനി നമ്മൾ ആ V1നെ അഥവാ വെർബിൻ്റെ ബേസ് ഫോമിൽ നിന്നും എങ്ങനെ ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതാം എന്നും, അതേപോലെ V5 അഥവാ എസ് ഫോമിൽ നിന്നും എങ്ങനെ ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതാം എന്നുള്ളതും പഠിക്കാം. ഇവിടെ ഒരു നിയമം നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എന്താണ് നിയമം? V1 എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് V1 ആണ്. ഡു പ്ലസ് V1 ആണ്. എല്ലാ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഡു എന്നുള്ളൊരു ഹെൽപ്പിംഗ് വെർബുണ്ട്. ഇനി അപ്പുറത്ത് നോക്കൂ, V1S എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ എല്ലാ എസ് ഫോമിലും ഡസ് ഉണ്ട്. ഡസ് പ്ലസ് V1 ആണ് എന്ത്? V1S അഥവാ എസ് ഫോം. എല്ലാ എസ് ഫോമിലും എന്തുണ്ട്? ഡസ് എന്നുള്ള ഓക്സിലറി വെർബുണ്ട്. V1S സമം ഡസ് പ്ലസ് V1 ആണ്. അപ്പോൾ ഇനി ഉദാഹരണങ്ങൾ നോക്കൂ. പ്ലേ എന്നുള്ള വെർബിൽ ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ. ഡു പ്ലസ് V1, പ്ലേൻ്റെ V1 ഏതാണ്? പ്ലേ തന്നെയാണ്. ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ. അടുത്ത വെർബ് നോക്കൂ, കുക്ക്. കുക്ക് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് കുക്കാണ് കുക്ക്. കുക്കിൻ്റെ V1 ഏതാണ്? കുക്ക് തന്നെയാണ്. ഡു പ്ലസ് കുക്കാണ് കുക്ക്. അടുത്ത് റീഡ് എന്നുള്ള വെർബ് എടുക്കുമ്പോൾ ഡു പ്ലസ് റീഡ് ആണ് റീഡ്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എല്ലാ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലും ഡു എന്നുള്ളൊരു ഓക്സിലറി വെർബുണ്ട്. ഇനി നോക്കൂ, പ്ലേസ് എന്നുള്ള എസ് ഫോമിൽ ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ്. പ്ലേസ് എന്ന എസ് ഫോമിൽ എന്താണുള്ളത്? ഡസ് എന്നുള്ള ഓക്സിലറി വെർബുണ്ട്. അടുത്ത വെർബ് നോക്കൂ, കുക്സ്. ഡസ് പ്ലസ് കുക്കാണ് കുക്സ്. അടുത്ത് നോക്കൂ, റീഡ്സ്. റീഡ്സ് എന്ന എസ് ഫോമിൽ ഡസ് പ്ലസ് റീഡാണ് റീഡ്സ്. അപ്പോൾ എല്ലാ എസ് ഫോമിലും ഡസ് എന്നുള്ള ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാനും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊക്കെ ഈ നിയമം നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് പഠിക്കാം.